സോ വീട് മാറുന്നവരുടെ പ്രധാന പ്രശ്നമാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവെക്കുമെന്നുള്ളത്. തൽക്കാലത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുവെക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് ഐറ്റം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാർഡ്രോബ്, തുണികൾ, കബോർഡ്, ടേബിൾ, സോഫ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ളപ്പോൾ നമുക്കത് വെക്കാൻ സ്ഥലമില്ല. സോ അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ പുറകെ കാണുന്ന ഈ സ്റ്റോറേജ് യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇത് മിക്ക സ്ഥലങ്ങളിൽ 24 മണിക്കൂറാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. റിസപ്ഷൻ ഓൾറെഡി 9 മണി, ചിലപ്പോൾ 8 മണി, 5 മണി ഓരോ സമയം പോലെ ഉണ്ടായിരിക്കും. പക്ഷേ അല്ലാത്ത സമയം നമുക്ക് 24 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും. സോ ഇതുപോലുള്ള സെക്യൂരിറ്റി ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോഡ് വെച്ചിട്ട് നമുക്ക് ഈ ഗേറ്റ് തുറന്നകത്ത് കയറി നമുക്ക് സാധനങ്ങൾ വെക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പല സ്ഥലത്തും പല പേരിലാണ് ഈ സെൽഫ് സ്റ്റോറേജ് അറിയപ്പെടുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്കും അതുപോലെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല പ്രൈസാണ് വരുന്നത്. 20 സ്ക്വയർ ഫീറ്റ് മുതൽ ചിലടത്ത് 12 സ്ക്വയർ ഫീറ്റ് മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് അവൈലബിൾ ആണ്. അതുപോലെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് റെന്റ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലുള്ള ട്രോളി കൊടുത്തിട്ടുണ്ട്. നമുക്കിനകത്തുള്ള നമ്മുടെ സൂട്ട്കേസും മറ്റു കാര്യങ്ങളെല്ലാം കെട്ടി വെച്ചുകൊണ്ട് പോകാം. മറ്റു ആൾക്കാർ അവരവരുടെ സാധനങ്ങൾ അവരവരുടെ സ്റ്റോറേജിൽ കൊണ്ടുവെക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതുപോലെയാണ് ഓരോ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ യൂണിറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്പറിലുള്ള കീ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായി നമ്മുടെ താഴെ കൊണ്ടുവരണം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. മേ ബി ഒരു 14 പൗണ്ട്സ് ഒക്കെ ആവുന്നുണ്ട്. അതുപോലെ ഇൻഷുറൻസ് വേണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ എടുക്കണം. ഇൻഷുറൻസ് നമ്മൾ വിചാരിക്കും ഇതുപോലെ ഫുൾ സെക്യൂർ സ്ഥലമാണല്ലോ, CC ക്യാമറ ഇത്രയും ലോക്കും കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഇൻഷുറൻസ് എക്സ്ട്രാ എടുത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ വേണ്ട. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 50 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ഥലമായിരുന്നു. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ഷെൽഫും റാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന അനുസരിച്ച് പൊക്കത്തോട്ട് ഇത്രയും വെക്കാൻ പറ്റും. മുകളിൽ നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ട്രോളി കൂടാതെ പമ്പ് ട്രക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ ആൾക്കാർ ബിസിനസ് ആവശ്യങ്ങൾക്ക് വരുമ്പോൾ പെല്ലറ്റ് പോലെ സാധനങ്ങൾ നിറച്ചിട്ട് അത് റാപ്പ് ചെയ്ത് ഇതുപോലുള്ള പമ്പ് ട്രക്ക് വെച്ച് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് അവരവരുടെ സ്പേസിൽ കൊണ്ടുവെക്കാൻ പറ്റും. അപ്പോൾ വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, പെല്ലറ്റിൻ്റെ പുറത്ത് സാധനങ്ങൾ വെച്ച് ഫുൾ റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവെക്കുന്നത്. അതായത് വെയർ ഹൗസ് ഒന്നും ഇല്ലാത്തവർക്കും അങ്ങനെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് അവർക്കും സാധനങ്ങൾ ഇതുപോലെ കൊണ്ടുവെക്കാൻ പറ്റും. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് റെൻറ്റ് വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഡൊമസ്റ്റിക് പർപ്പസിന് കുഴപ്പമില്ലാത്ത ചെറിയ അഫോർഡബിൾ റെൻ്റ് ആയിരിക്കും. സോ ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് വരെ ട്രോളി കൊണ്ട് നമുക്ക് കയറ്റാം. സോ വേറെ ആളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് ഇതുപോലെ സാധനങ്ങൾ അൺലോഡ് ചെയ്ത് കൊണ്ടുപോകാനും